ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അൺബോക്സിംഗ് വീഡിയോ. ഒരു വൈഫൈ ക്യാമറ അൺബോക്സിംഗ് ചെയ്യുന്ന വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത്. ഇതാണ് വൈഫൈ ക്യാമറ. ഇനി നമുക്ക് പുതിയ വൈഫൈ ക്യാമറ. ഇതിനകത്ത് എന്തൊക്കെയാ ഉള്ളതെന്ന് നമുക്ക് നോക്കാം. ഇതൊരു ക്യാമറ. ഇത് ക്യാമറയുടെ ചാർജറാണ്. ഇത് ക്യാമറ സെറ്റ് ചെയ്യാനാണ്. ക്യാമറയുടെ ചാർജറാണ്. ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഒരു ഡിവൈസിനെ കുറിച്ചിട്ടാണ്. ഒരു ക്യാമറയാണ് പരിചയപ്പെടുത്തുന്നത്. എൻ്റെ പേര് MI 360 ഡിഗ്രി ഹോം സെക്യൂരിറ്റി ക്യാമറ 2K Pro എന്നാണ് എൻ്റെ പേര്. ഈ ക്യാമറ നമുക്ക് നമ്മുടെ മൊബൈലുമായിട്ട് കണക്റ്റ് ചെയ്യാവുന്നതാണ്. 4 ഫോണിന് വരെ നമുക്ക് ഇത് കണക്റ്റ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ഈ ക്യാമറ ഓണാക്കി ഇട്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് എവിടെ ഇരുന്നുകൊണ്ടും ഈ ഡിവൈസ് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. കുട്ടികളൊക്കെ തനിയെ ഉള്ളപ്പോഴോ അല്ലെങ്കിൽ സ്കൂൾ കഴിഞ്ഞിട്ട് വരുമ്പോഴോ നമ്മളിപ്പോൾ രക്ഷകർത്താക്കളില്ല, വീട്ടിലാരും ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് കൊച്ചുങ്ങളെ നിയന്ത്രിക്കാൻ പറ്റും. കൊച്ചുങ്ങളുടെ ആക്ടിവിറ്റീസൊക്കെ അറിയാനും ഒക്കെ പറ്റുന്നതാണ്. വളരെ ഉപകാരപ്രദമായ ഒരു ക്യാമറയാണ് ഇത്. ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് ഞാൻ ഇനി പറഞ്ഞു തരാം. ഇതെങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നത്. ക്യാമറയുടെ ഒരു പ്രത്യേകത, എവിടെ ഇരുന്നുകൊണ്ടും നമുക്ക് ഈ ക്യാമറ കൺട്രോൾ ചെയ്യാൻ പറ്റും നമ്മുടെ മൊബൈൽ വെച്ച് തന്നെ. മൊബൈൽ കണക്ട് ചെയ്യാനായിട്ട് ആദ്യമായിട്ട് നമ്മൾ പ്ലേ സ്റ്റോറിൽ ചെന്നിട്ട് XIAOMI ഹോം എന്ന് പറഞ്ഞിട്ട് ഈ ഫോട്ടോയിൽ കാണുന്ന പോലുള്ള ഒരു ആപ്ലിക്കേഷൻ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് എടുക്കുക. അതിനുശേഷം നമ്മൾ യൂസർ നെയിം, അതായത് മെയിൽ ID കൊടുക്കുക, പാസ്വേഡ് കൊടുത്ത് അത് നമ്മൾ രജിസ്റ്റർ ചെയ്ത് ലോഗിൻ ചെയ്യുക. സാധാ എല്ലാം ചെയ്യുന്നത് പോലെ തന്നെ പേജിലേക്ക് അത് സ്വിച്ച് കണക്ട് ചെയ്ത് കഴിയുമ്പം ഇതേപോലെയുള്ള ഒരു ബ്ലൂ ലൈറ്റ് അതിൻ്റെ അകത്ത് കത്തും. അതായത് ഓൺ ആയെന്നുള്ളത് നമ്മൾക്ക് അറിയാൻ പറ്റുന്നത്. അതിനുശേഷം അത് ഫുൾ റൗണ്ട് ചെയ്ത് നമ്മളുടെ ഏതൊക്കെ റൂമുകൾ കൊടുക്കുന്നു അതിൻ്റെ എല്ലാം വ്യൂസ് നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാൻ പറ്റും. ഇത് നമുക്ക് നമ്മുടെ മൊബൈലിലൂടെ വാച്ച് ചെയ്യാൻ പറ്റും. എന്തെല്ലാം ആ കാര്യങ്ങളെന്നുള്ളത് നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റും. വീഡിയോയിൽ കാണിച്ചിരിക്കുന്നത് പോലെ അതിൻ്റെ എല്ലാ ഇതും നമ്മുടെ എല്ലാ റൂമുകളും ഇത് കവർ ചെയ്യുന്നതുകൊണ്ട്. ഇനി ഞാൻ നിങ്ങൾക്ക് നമ്മുടെ മൊബൈലിൽ ഇത് എങ്ങനെയൊക്കെയാണ് അതിൻ്റെ ആക്ടിവിറ്റീസ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കാണിച്ചു തരാം. ഈ ഒരു പേജ് വഴി നമുക്ക് ഏതൊക്കെ റൂമിലേക്ക് ഈ ക്യാമറ സെറ്റ് ചെയ്ത് വേണമെന്നുള്ളത്, നമ്മുടെ പ്രൊഫൈൽ നെയിം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ക്രിയേറ്റ് ചെയ്യാം, സെറ്റിങ്സ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ ഈ ക്യാമറയുടെ ഫോട്ടോ ഉള്ളതിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുക. ആ ക്യാമറയിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേപോലൊരു പേജിൽ നമ്മൾ എത്തിച്ചേരും. ഓഫീസിൽ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനൊക്കെ ക്ലിക്ക് ചെയ്യുമ്പം ഇതിൻ്റെ മേൽ സൈഡിൽ ആ ക്യാമറയുടെ ആ വിഷ്വൽസ് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് വീട്ടിലുള്ളവരോട് സംസാരിക്കണമെങ്കിൽ മൈക്കിൽ ക്ലിക്ക് ചെയ്താൽ നമ്മൾ സംസാരിക്കുന്നത് ഇവർക്ക് കേൾക്കാനും പറ്റും. ഇവർ റിപ്ലൈ പറയുന്നത് നമുക്കും കേൾക്കാൻ പറ്റും. അതേപോലെ തന്നെ ക്യാമറ വെച്ചിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാം, വീഡിയോ എടുക്കാം. പിന്നെ അതിന് ശേഷം കാണുന്ന ഡോട്ട്സ് ഉണ്ടല്ലോ, ആ ഡോട്ട്സിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ ക്യാമറ ഏതൊക്കെ സൈഡിലോട്ട് പോകണമെന്നുള്ളത്, ഞാൻ ആ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്തപ്പോഴാണ് ദാണ്ട് ഇതേപോലെ ഒരെണ്ണത്തിൽ എത്തിയത്. ദാണ്ട് ഈ ഫോട്ടോയിൽ കാണുന്നത് പോലെ നമുക്ക് ക്യാമറ മേലിലോട്ട് പോകണമെങ്കിൽ ആ മേലത്തെ ബട്ടൺ അങ്ങനെ മാറ്റി കൊടുത്ത് നമുക്ക് വിഷ്വൽസ് കാണാനും നമുക്ക് ക്യാമറ എവിടെ ഇരുന്നുകൊണ്ടും നിയന്ത്രിക്കാനും പറ്റും. ഈ ബട്ടൺ അങ്ങോട്ടും ഇങ്ങോട്ടും മൊബൈലിൽ കൊടുക്കുന്ന വെച്ചിട്ട്
അതുപോലെ തന്നെ ഈ സ്റ്റോറേജ് മാനേജ്മെൻറ്റിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതിനകത്താണോ നമ്മൾ റെക്കോർഡ് ചെയ്യാൻ കൊടുത്തിരിക്കുന്നത്, അതായത് ഇൻറ്റേർണൽ സ്റ്റോറേജിലാണോ SD കാർഡിലാണോ ഏതിലാണെങ്കിലും അതിനകത്ത് എല്ലാ ഡീറ്റെയിൽസും റെക്കോർഡഡ് ആയിട്ടുണ്ടായിരിക്കും. നമുക്ക് അതെടുത്ത് വാച്ച് ചെയ്യാവുന്നതാണ്. അതുപോലെ ഈ സെറ്റിങ്സ് ഓപ്ഷൻസിനകത്ത് പോയി നമുക്ക് എല്ലാ സെറ്റിങ്സും അറേഞ്ച് ചെയ്ത് വെക്കാവുന്നതാണ്. ക്യാമറയുടെ സെറ്റിങ്സ്, ഹോം മോണിറ്ററിങ്, അങ്ങനെയുള്ള ഇതൊക്കെയുണ്ട്. സ്റ്റോറേജ് എവിടെയാണ് അങ്ങനെയുള്ളതൊക്കെ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. Thank you again.